ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് കൂർക്ക കൊണ്ടൊരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. കൂർക്ക കൊണ്ട് നമുക്ക് തോരൻ ചെയ്യാൻ പറ്റും. നമുക്ക് സാധാ അവിയലിൻ്റെ കൂടെ കൂർക്ക ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ അങ്ങനെയൊന്ന് ഇട്ട് നോക്കണം. നമ്മൾ ഇന്നിവിടെ മെഴുക്കുവരട്ടിയാണ് ചെയ്യുന്നത്. ഇനി ഒരു ദിവസം അവിയൽ ചെയ്ത് കാണിക്കാം. പിന്നെ നമ്മുടെ കഞ്ഞിക്ക് കൂട്ടുന്ന പുഴുക്കുണ്ടാക്കുമ്പോൾ കൂർക്ക ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കഞ്ഞിയും പുഴുക്കും ഒക്കെ അമ്പലങ്ങളിലൊക്കെ വെക്കാറുണ്ടല്ലോ. അതിൻ്റെ കൂടെയുള്ള പുഴുക്കിനകത്ത് കൂർക്ക ചേർക്കും. അത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് കാർത്തികയ്ക്ക് നമ്മുടെ വീടുകളിലും പുഴുക്കുണ്ടാക്കും. ഈ കൂർക്ക ചേർക്കുന്നതാണ് അതിൻ്റെ ഭയങ്കര ടേസ്റ്റ്. അത് കൂർക്ക ഇല്ലാതെ കഞ്ഞിക്കുട്ടം വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കിട്ടില്ല. നമ്മൾ കടലയൊക്കെ വേവിച്ച് ചേർത്ത് അത് നമുക്ക് ഇനി രസത്തിൽ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ മെഴുക്കോട്ടിയാണ് ചെയ്യുന്നത്. പിന്നെ തോരൻ വയ്ക്കാനും നല്ലതാണ് കൂർക്ക. പിന്നെ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. നമുക്ക് ഡയറിയ പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് നമ്മുടെ പോഷകമൊക്കെ നഷ്ടപ്പെടുമ്പം കൂർക്ക കഴിച്ചാൽ നല്ലതാണെന്ന് പറയാറുണ്ട്. പിന്നെ കൊളസ്ട്രോളിന് നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, ഓർമ്മശക്തിക്ക് നല്ലതാണ്. പിന്നെ പല ഗുണങ്ങളും ഉള്ളതാണ്. ഇത് നമുക്ക് ചേമ്പും കച്ചിലും പോലെ ഭൂമിക്ക് അടിയിലാണ് പിടിക്കുന്നത്. അപ്പം നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. കൂർക്ക നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിറച്ച മണ്ണും ചെളിയൊക്കെ ആയിരിക്കും. നമ്മളിത് നല്ലപോലെ ചിരണ്ടി എടുക്കാം. അല്ലെങ്കിൽ ഒരു തുണിസഞ്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇട്ടിട്ട് പുറത്ത് വെച്ച് നല്ലപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം പോവും. പിന്നെ നമുക്ക് ചിരണ്ടി എടുത്താൽ മതിയാവും. അപ്പം നമ്മൾ ഒരു പാനിൽ കൂർക്ക ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിന് കുറച്ച് വേവുള്ളതാണ്. ആദ്യം നമുക്കൊന്ന് കുറച്ചൊന്ന് എണ്ണയിട്ടിട്ട് ഒന്ന് നല്ലപോലെ മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിക്കുന്ന രീതി ഒന്ന് ചൂടാക്കിയതിന് ശേഷം വെള്ളം ചേർത്താൽ നല്ലതായിരിക്കും. അപ്പം വെള്ളം ചേർത്ത് നമുക്കിനി ഇത് നല്ലപോലെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അടച്ച് വേവിക്കണം. കുറച്ച് വേവുള്ളതാണ്. ആദ്യം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി സിമ്മിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റാണ് കൂർക്ക ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ. തോരനുണ്ടാക്കിയാലും നല്ലതാണ്. നമുക്കൊന്ന് ഇനി അടച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കത് കുറച്ചും കൂടെ വേവാനുണ്ട്. നമുക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നമുക്ക് അടപ്പടച്ച് വേവിക്കാം. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കല്ലിക്കും. നമുക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചൂടാക്കി തനിയെ ചേർത്താലും മതിയാവും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നമുക്ക് വേവ് ഒക്കെ നോക്കി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂർക്ക മെഴുക്കുവരട്ടിക്ക് വളരെ ടേസ്റ്റാണ്. നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണ്, മെഴുക്കുവരട്ടി വയ്ക്കാൻ നല്ലതാണ്. നമ്മൾ അവിയലിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അവിയലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാം സാധാ വയ്ക്കുന്ന പോലെ അവിയലിൻ്റെ കൂട്ടത്തിൽ കൂർക്കയും കൂടെ ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ പുഴുക്കിനൊക്കെ കൂർക്ക ഇടുന്നതുകൊണ്ടാണ് പുഴുക്കിനൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത്. അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പുഴുക്കിനൊക്കെ നല്ല ടേസ്റ്റ് ഈ കൂർക്ക ഏറെ ചേർക്കുന്നത് കൊണ്ടാണ്. കൂർക്കയ്ക്ക് ഒരു പ്രത്യേക മണമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റിന്, ആ മണമാണ് അതിൻ്റെ ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ മെഴുക്കുവരട്ടി വയ്ക്കുമ്പോൾ അത് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലൊരു കറിയാണ് ഈ മെഴുക്കുവരട്ടി, കൂർക്ക മെഴുക്കുവരട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്ന് മുരിച്ചെടുക്കാം. നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. കൂർക്ക മെഴുക്കുവരട്ടി ഒരുപാടങ്ങ് മുരിഞ്ഞ് പോകരുത്, അതിൻ്റെ ടേസ്റ്റ് കുറയും. കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞാൽ മതിയാവും. നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.